ഖുർആൻ പറയാണ് വഖദാ റബ്ബുക അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാഹ് വബിൽ വാലിദൈനി ഇഹ്സാനാ. മാതാപിതാക്കളോട് നല്ല നിലക്ക് പെരുമാറണം. അതേ ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹറുഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. മാതാപിതാക്കളോട് പ്രത്യേകിച്ച് അവർക്ക് പ്രായമാകുമ്പോൾ നിങ്ങൾ അവരെ മനസ്സിന് വിഷമമുണ്ടാകുന്ന ഒരു അക്ഷരം പറയാൻ പാടില്ല. അവരോട് നിങ്ങൾ ഗൗരവത്തിൽ സംസാരിക്കാൻ പാടില്ല. വഖ്ഫിദ് ലഹുമാ ജനാഹദ് ദുല്ലി മിനർ റഹ്മ, കാരുണ്യത്തിന്റെ ചിറക് വിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഉമ്മാക്ക് എന്താ വേണ്ടേ, ബാപ്പാക്ക് എന്താ വേണ്ടേ, എവിടെയാ പോകേണ്ടത്, എന്തിനും ഞാൻ എൻ്റെ ചുമല് കാണിച്ചു തരും. ആ രൂപത്തിലുള്ള താഴ്മയോടെയുള്ള സംസാരം, താഴ്മയോടെയുള്ള പെരുമാറ്റമല്ലാതെ മാതാപിതാക്കളോട് നടത്താൻ പാടില്ല. എന്നാലും ഉമ്മ ബാപ്പയോടുള്ള കടപ്പാട് തീരൂല. മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ നടത്തുകയും വേണം. അങ്ങനെ പഠിപ്പിക്കപ്പെട്ട ഇസ്ലാമിന്റെ പേരുള്ള ഒരു മുസ്ലിം ചെറുപ്പക്കാരനാണ് കൊടുവാളെടുത്തിട്ട് സ്വന്തം ഉമ്മയുടെ കഴുത്ത് വെട്ടിയത്. നമ്മുടെ മുസ്ലിം സമുദായത്തിൻ്റെ ുള്ള പലരുടെയും വിവരക്കേടും അധപ്പതനവും എത്ര സങ്കടകരമാണ്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, നമ്മൾ ഇസ്ലാം അനുസരിച്ച് ജീവിക്കണം, ഇസ്ലാമിൻ്റെ പൈതൃകം കാത്തു സൂക്ഷിക്കണം, ഇസ്ലാമിൻ്റെ ആശയങ്ങൾ ധാരാളമായി ജനങ്ങളെ ഉത്ബോധിപ്പിക്കണം, ജനങ്ങളെ ഇസ്ലാം അനുസരിച്ച് ജീവിപ്പിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ നടത്തണം. ഞാനിപ്പോൾ ഇവിടെ വന്ന അറബി പ്രതിനിധികളുമായി സംസാരിച്ചു. ആ സമയത്ത് അവർ എന്നോട് പറഞ്ഞു, പള്ളി പോരല്ലോ, നല്ല അറിവ് വേണം. ആ അറിവ് നേടാൻ വേണ്ടി നിങ്ങൾ ജനങ്ങളോട് പറയണം. വളരെ കറക്റ്റില്ലേ ആ പറഞ്ഞത്? അറിവില്ലാതെ ഒരു മനുഷ്യന് വിജയിക്കാൻ കഴിയോ? അറിവുള്ളവരും അറിവില്ലാത്തവരും തുല്യമാണോ? ചോദിക്കൂ നബിയെ. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പറയാണ്, അറിവുള്ളവരാണ് പടച്ചവനെ ഭയപ്പെടുന്നത്, ഭക്തിയുള്ളവർ അറിവുള്ളവരാണ്. വേറൊരു സ്ഥലത്ത് റബ്ബ് പറയാണ്, അതേ വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത് യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. അതേ ഇൽമു നൽകപ്പെട്ട അറിവുള്ള വ്യക്തികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പടിപടിയായി ഉയർത്തും. അപ്പോൾ ഞാൻ എൻ്റെ കീശയിലുണ്ട്, എനിക്കൊന്നും കൊടുക്കാൻ എൻ്റെ കീശയിലൊന്നും കാണുന്നില്ല. ഇനിയിപ്പോൾ ബെൽറ്റിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ പിന്നെ ജപ്പാനിലടക്കം പോയി നീളക്കുപ്പായം പൊക്കിയാൽ അങ്ങോളത്ത് പോകും ദുനിയാവട്ടാകെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, സുഹൃത്തുക്കളെ, നമ്മൾ അറിവിന് മുൻതൂക്കം നൽകണം. ഞാനിവിടെ വന്നപ്പോൾ ചെറിയ കുട്ടികളെ കണ്ടു. അവർ ഖുർആൻ മനഃപ്പാഠമാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. മാതാപിതാക്കൾക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. മക്കൾ ഖുർആൻ മനഃപ്പാഠമാക്കിയാൽ ബാപ്പ ഉമ്മക്ക് കിരീടം ധരിപ്പിക്കപ്പെടുമെന്ന് ഹദീസിലുണ്ട്. ഖുർആൻ മനഃപ്പാഠമാക്കുന്ന മക്കൾ. പക്ഷെ ആ ഖുർആൻ മനഃപ്പാഠമാക്കിയിട്ട് മറന്നു കളഞ്ഞാൽ വലിയ വൻ കുറ്റാണ് കേട്ടോ. അതുകൊണ്ട് ഖുർആൻ മനഃപ്പാഠമാക്കിയ മക്കൾ ആവർത്തിച്ചത് ഓതാനുള്ള സംവിധാനമുണ്ടാകണം. അതിന് അവരെ ദർസിൽ ചേർക്കണം, നല്ല ആലിമീങ്ങളാക്കണം. കുറ്റ്യാടി സിറാജുൽ ഹുദയിൽ നിന്ന് ഖുർആൻ മനഃപ്പാഠമാക്കി എത്രയോ ചെറുപ്പക്കാർ UAE പള്ളിയിൽ ഇമാമത്ത് നിൽക്കുന്നുണ്ട്. അവർക്ക് നല്ല ശമ്പളവും ലഭിക്കുന്നുണ്ട്, ജീവിത സൗകര്യവും ലഭിക്കുന്നുണ്ട്. ആദരവോടെ അവിടെയുള്ള അറബികൾ വന്ന് അവരെ തുടർന്ന് നിസ്കരിക്കുന്നുണ്ട്. മർക്കസിൻ്റെ കീഴിൽ പഠിച്ച എത്രയോ മുതഅല്ലിമീങ്ങൾ അവർ ഖുർആൻ മനഃപ്പാഠമാക്കി അവർക്ക് അവിടെ ഇപ്പറഞ്ഞതുപോലെ പള്ളിയിൽ അവർക്ക് സേവനം ചെയ്യാനുള്ള അവസരം ലഭിക്കുന്നുണ്ട്. ഞാനിത് എന്തിനു പറഞ്ഞു? ഖുർആൻ മനഃപ്പാഠമാക്കിയിട്ട് എൻ്റെ മകന് എത്രയായിരിക്കും ശമ്പളം? 5000 ആണോ എന്ന് വിചാരിക്കേണ്ട. 5000 ദിർഹമാണ് ശമ്പളം, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലാണ് ശമ്പളം. ദുനിയാവിന് വേണ്ടി പഠിക്കണമെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മൾ പഠിച്ചത് കൊണ്ട് ആരും പരാജയപ്പെടുമെന്ന് വിചാരിക്കരുത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരന്മാരെ, നമ്മുടെ മക്കളെ നമ്മൾ കോളേജ് ഓഫ് ഇൻ്റഗ്രേറ്റഡ് സ്റ്റഡീസ്, ദഅ്വാ കോളേജുകൾ പല സ്ഥലങ്ങളിലുമുണ്ട്. ചിലപ്പോൾ ഇവിടെയും ഇന്നതിന് തറക്കല്ലിട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അള്ളാഹു അത് പൂർത്തീകരിച്ചു തരട്ടെ. അത്തരം സ്ഥാപനങ്ങളിൽ പോയി പഠിക്കുമ്പോൾ
അതേ മതവിദ്യാഭ്യാസത്തിന് പുറമെ അക്കാഡമിക് വിദ്യാഭ്യാസവും ലഭിക്കുന്നു. അങ്ങനെ നമ്മുടെ മക്കൾ നല്ല 2 വിദ്യാഭ്യാസവുമുള്ള മക്കളായി വരുമ്പോൾ എന്തൊരു സന്തോഷമാണ്. അറിവ് വളരെ പ്രധാനപ്പെട്ടതാണ്. അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം. ഇസ്ലാമിൻ്റെ ജീവനാണ് അറിവ്. അതുകൊണ്ട് അറിവ് നേടണം, ആത്മീയമായ അറിവ് വേണം. ആത്മീയമായ അറിവും ബോധവും ഇല്ലാത്തത് കൊണ്ടാണ് മക്കൾ കൊടുവാളെടുത്ത് ഉമ്മയുടെ കഴുത്തിൽ വെട്ടുന്നത്. അറിവും ബോധവുമുള്ളവർക്കത് സാധിക്കുമോ? അതുകൊണ്ട് നല്ല ആത്മീയ ബോധമുണ്ടാകണം, അറിവുണ്ടാകണം. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. നമ്മൾ പടച്ചവൻ്റെ പൊരുത്തത്തിലായി ജീവിച്ച് മരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ച് സംവിധാനിച്ച് സംരക്ഷിച്ച് വരുന്ന റബ്ബിനെ സ്നേഹിക്കണം. ആ റബ്ബിന് നമ്മുടെ ജീവിതം സമർപ്പിക്കണം. ആ റബ്ബിനെ സ്നേഹിക്കണം. അതോടുകൂടി റബ്ബിൻ്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അതിരറ്റ് സ്നേഹിക്കണം. ലദീ നഫ്സീ ബിയദിഹി ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവൽദിഹി വന്നാസി അജ്മഈൻ. നബി തങ്ങളെ അങ്ങേയറ്റം സ്നേഹിക്കണം. വല്ലദീന ആമനൂ അസദ്ദു ഹുബ്ബൻ ലില്ലാഹ്. പടച്ചവനെ അങ്ങേയറ്റം സ്നേഹിക്കണം, നബി തങ്ങളെയും സ്നേഹിക്കണം. അങ്ങനെ വരുമ്പോൾ ആ നബിതങ്ങൾ കൽപ്പിച്ചതൊക്കെ ജീവിതത്തിൽ കൊണ്ടുവരണം. അവിടുന്ന് വിരോധിച്ചതൊക്കെ കൈയൊഴിക്കണം. നമ്മളൊരിക്കലും മദ്യപാനികളായി പോകരുത്, നമ്മളൊരിക്കലും പലിശക്കാരായി പോകരുത്, നമ്മളൊരിക്കലും അക്രമികാരികളായി പോകരുത്, നമ്മളൊരിക്കലും തീവ്രവാദികളോ ഭീകരവാദികളോ വർഗീയവാദികളോ ആകരുത്. നമ്മുടെ സമാധാനപരമായ അന്തരീക്ഷത്തിൽ ഇസ്ലാമിൻ്റെ സുന്ദരമായ മുഖം കാണാൻ നമ്മെ കണ്ടാൽ മുസ്ലിം ആരാണ്, ഇസ്ലാം എന്താണെന്ന് ബോധ്യപ്പെടുന്ന വിധത്തിലുള്ള ജീവിതം നയിക്കണമെന്ന് എല്ലാ മുസ്ലിമീങ്ങളോടും ഉണർത്തി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹുവിനോട് ഒരു അമുസ്ലിം സഹോദരൻ ഒരു സംഖ്യ കടം വാങ്ങി. മഹാനവറുകൾ സംഖ്യ കടം കൊടുക്കുകയും ചെയ്തു. കാരണം ഇസ്ലാമിൽ വർഗീയതയില്ല. ആ മുസ്ലിം സഹോദരൻ അവധിയെത്തിയിട്ട് സംഖ്യ തിരിച്ചു കൊടുത്തില്ല. ഇമാം അബൂ ഹനീഫ തങ്ങൾ കുറേ കാത്തുപോക്കി, വരുന്നില്ല. മനസ്സിന് വിഷമമായി, പ്രത്യേകിച്ച് പണത്തിൻ്റെ ആവശ്യമുണ്ട്. അദ്ദേഹം പണം കൊണ്ടുവന്ന് തന്നില്ലല്ലോ. അതിനാൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് അങ്ങോട്ട് പോകാമെന്ന് തീരുമാനിച്ചു. ഇമാം അബൂ ഹനീഫ തങ്ങൾ ഇറങ്ങി നടന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ പരിസരത്തെത്തിയപ്പോൾ അറിയാതെ ചെരിപ്പ് കൊണ്ട് ഒരു മ്ലേച്ഛ വസ്തുവിൽ, ഒരു മാലിന്യത്തിൽ ചവിട്ടിപ്പോയി, നജസിൽ ചവിട്ടിപ്പോയി. അബൂ ഹനീഫ തങ്ങൾ കാലൊന്ന് കുടഞ്ഞപ്പോൾ ആ നജസ് നേരെ പോയിട്ട് ആ കടം തരാനുള്ള വ്യക്തിയുടെ ഭിത്തിയുടെ മേലെ പതിഞ്ഞു. അബൂ ഹനീഫ തങ്ങൾ പേടിച്ചു വിറച്ചു. എന്തിന്? എന്നെ കൊണ്ടൊരു അക്രമമായി പോയില്ലേ, മനഃപൂർവ്വമല്ലെങ്കിലും ഞാൻ കാല് കുടഞ്ഞിട്ടില്ലേ അദ്ദേഹത്തിൻ്റെ ആ ഭിത്തിയിൽ നജസായത്. അത് ഞാൻ ചുരണ്ടിക്കളഞ്ഞാൽ മണ്ണുതിർന്ന് വീഴും, കഴുകിയാൽ അതും അപകടമാണ്. എങ്ങനെ ഞാനത് വൃത്തിയാക്കും? വല്ലാതെ മനസ്സ് വിഷമിച്ചു. പിന്നെ അയാൾ പൈസ തരാനുള്ളതൊന്നുമല്ല ചിന്ത, എനിക്കിങ്ങനൊരബദ്ധം പറ്റിയല്ലോ എന്നതാണ് ചിന്ത. ആത്മീയമായി നേതൃത്വം കൊടുത്ത നമ്മളെ മഹാന്മാരുടെ സ്വഭാവമാണത്. അവിടുന്ന് വാതിലിന് പോയി മുട്ടി. ആ മുസ്ലിം സഹോദരൻ ഇറങ്ങി വന്നപ്പോൾ വളരെ വിനയത്തോടെ അങ്ങോട്ട് സംസാരിക്കുന്ന സമയത്ത് ഈ അമുസ്ലിം സഹോദരൻ മനസ്സിലാക്കി ഇദ്ദേഹം വന്നത് ഞാൻ പൈസ എത്തിച്ചു കൊടുക്കാത്തത് കൊണ്ട് പണം വാങ്ങാൻ വന്നതായിരിക്കുമെന്ന്. അതിനാൽ അദ്ദേഹം ആദ്യം തന്നെ പറയുന്നു, ഒരു നിലക്കും വരാൻ പറ്റാത്തതുകൊണ്ടാണ്, ക്ഷമിക്കണം. അബൂ ഹനീഫ തങ്ങൾ പറയുന്നു, അതൊന്നുമല്ല പ്രശ്നം, അതിനേക്കാൾ വലിയ പ്രശ്നമുണ്ട് എനിക്ക്. അതെന്താണ്? നോക്കൂ, നിങ്ങളെ ഭിത്തിയിൽ ഞാൻ അറിയാതെ എൻ്റെ ചെരുപ്പിൻ്റെ ചുവടെ നജസായപ്പോൾ, കാല് കുടഞ്ഞപ്പോൾ പതിഞ്ഞതാണത്. ഞാൻ അതിൻ്റെ വിഷയത്തിൽ ബേജാറിലാണ്, നിങ്ങളോടൊരു അക്രമം ചെയ്തു പോയില്ലേ. അദ്ദേഹം പറഞ്ഞു, സാരല്ല എന്നുണ്ടൊന്നും അബൂ ഹനീഫ തങ്ങൾക്ക് മനസ്സിന് വിഷമം തീരുന്നില്ല. നമ്മളാണ് എന്താ ചെയ്യുക? നമ്മളാണെങ്കിൽ നമ്മളവിടുന്ന് ആലോചിക്കും, അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ച്? ഞാനിവിടെ വന്നുകൊണ്ട്, ഞാനെന്തിനാ വന്ന്? ഇയാൾ പൈസ കൊണ്ട് തരാത്തോണ്ട്. അപ്പം ഞാനിവിടെ വന്നതിൻ്റെ ഉത്തരവാദി ആരാ? അയാൾ. ചെരുപ്പുകൊണ്ട് ചവിട്ടിപ്പോയതിൻ്റെ ഉത്തരവാദി ആരാ? അയാൾ. ഞാൻ കുടഞ്ഞതിൻ്റെ ഉത്തരവാദി ആരാ? അയാൾ. അപ്പം ഞാനെന്താണ് അയാളെ ചുമര ചോദിച്ചാൽ ഞാനെന്താ നോക്കുന്നത്? അയാളെന്നല്ലേ ഇതിൻ്റെ ഉത്തരവാദി? ഇങ്ങനെയല്ലേ നമ്മൾ ന്യായം കാണുക? അതേ സമയത്ത് അബൂ ഹനീഫ തങ്ങളുടെ ഈ വിനയവും സ്വഭാവവും കണ്ടപ്പോൾ ആ മുസ്ലിം സഹോദരൻ ഇസ്ലാം മതം സ്വീകരിച്ചു. അങ്ങനെയാണ് ഇവിടെ ഇസ്ലാം പ്രചരിച്ചത്. അല്ലാതെ വാളും കൊണ്ടും എടുത്തിട്ടും തീവ്രവാദം കൊണ്ടും ഭീകരവാദം കൊണ്ടും അതുപോലെ വർഗീയവാദം കൊണ്ടൊന്നല്ല ഇവിടെ ഇസ്ലാം പ്രചരിച്ചത്. ആ മഹാന്മാരെ തുറന്ന് ജീവിക്കുന്നവർക്കാണ് സുന്നികൾ എന്ന് പറയുന്നത്.